ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2013 മോഡൽ വണ്ടിയാണ്. അറിയപ്പെടുന്ന ഒരു യൂട്യൂബറുടെ വണ്ടി തന്നെയാണിത്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി വൈബ്രേഷൻ, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ വർക്കുകൾ, അങ്ങനെ ഫുൾ വർക്കിനായിട്ടാണ് വന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നു. ഫ്രണ്ട് സസ്പെൻഷൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഓയിൽ ലീക്കിൻ്റെ കുറച്ച് കംപ്ലയിൻറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വീൽ അലൈൻമെൻറ്റും ചെയ്തിട്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നേരത്തെ ഓടിച്ച ആ കംപ്ലയിൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും സോൾവ് ആയിട്ടുണ്ട്. ബട്ട് ഇൻറ്റീരിയൽ സൗണ്ട് കുറച്ചുകൂടെ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റിൻ്റെ ഹോൾഡറുകൾ, അങ്ങനെയുള്ള ഇതെല്ലാം ഒരു കറപുറ എന്നുള്ളൊരു സൗണ്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അറസ്റ്റ് ചെയ്യണം. ഇൻറ്റീരിയറിലെ സൗണ്ടുകൾ മാത്രം ഇനി നമുക്ക് അറസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്കി ഏകദേശം വർക്കുകൾ, വൈബ്രേഷന്, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ വർക്കുകളെല്ലാം ഫുള്ളി ഫിനിഷ്ഡാണ്, നീറ്റാണ്. നേരത്തെ ഇതേ കട്ട് റോട്ടിൽ നമുക്ക് ഓടിക്കുമ്പോൾ വണ്ടി നല്ല ഓളഞ്ചലായിരുന്നു. വണ്ടി ബാക്ക് ഇങ്ങനെ തെന്നി പോകുന്ന ഒരു ഫീലിംഗ് നല്ലവണ്ണം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചും നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലൂക്കിൻ്റെ ക്ലച്ചാണ് ഇട്ടേക്കുന്നത്. ക്ലച്ചും ബെയറിംഗ് നമ്മൾ ഒറിജിനലാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ കണ്ടില്ലേ, സീറ്റിൻ്റെ സൗണ്ട് മാത്രം കിറ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗണ്ട് കണ്ടോ. സീറ്റ് ബെൽറ്റ് ഹോൾഡറിൻ്റെ സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ സീറ്റ് ബെൽറ്റിൻ്റെ ഹോൾഡറും നമുക്കിനി നോക്കണം. അത് നോക്കിയിട്ട് സീറ്റ് ബെൽറ്റിൻ്റെ ഹോൾഡർ മെയിനായിട്ടൊരു വൈബ്രേഷൻ വരും. കുറേ വീക്കാകുമ്പോൾ ഉള്ളിലുള്ള ഹോൾഡർ ലോക്ക് ലൂസ് ആകുമ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. ഗിർ എന്ന് പറഞ്ഞ സൗണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു യാത്രാസുഖം നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം വണ്ടി ഓടിക്കാൻ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ഒരു റഫ്നെസ് ഫീൽ ചെയ്യും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. മൊത്തത്തിൽ വണ്ടി ഓടിക്കാനുള്ളൊരു സുഖക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. നമുക്ക് ഓടിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. വണ്ടി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. എപ്പോഴും രജിസ്ട്രേഷൻ വണ്ടി എടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് A to Z മേജർ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ ടൈമിംഗ് ബെൽറ്റ് മെയിനായിട്ട് നോക്കുക. ടൈം ബെൽറ്റ് എന്തായാലും ഏകദേശം ഞാൻ കണ്ട വണ്ടികളിലെല്ലാം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോൺ ജെന്യൂൻ ബെൽറ്റായിരിക്കും കിടക്കുന്നത്. ഇപ്പോൾ MH വണ്ടി, രജിസ്ട്രേഷൻ വണ്ടി എന്ത് തന്നെ പുറമേയൊക്കെ കാണാൻ നല്ല ലുക്കായിരിക്കും, കാണാൻ നല്ല വൃത്തി ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ സർവീസ് കറക്റ്റ് ആയിരിക്കും. ചില വണ്ടികൾ മാത്രമേ നമുക്ക് സർവീസ് മെയിൻ്റനൻസ് കറക്റ്റായിട്ടുള്ള വണ്ടി കിട്ടുള്ളൂ. ബാക്കിയുള്ള വണ്ടികൾ ഇവർക്ക് ഈ 10 വർഷം യൂസ് ചെയ്തിട്ട് അങ്ങനെ ഉപേക്ഷിക്കുന്ന വണ്ടികൾ അവർക്ക് അപ്പോൾ ആ ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 1-2 സർവീസ് ചിലപ്പോൾ കമ്പനി സർവീസ് ചെയ്യും. ബാക്കിയൊക്കെ അവർ ഷോറൂമിൽ കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് ഇറക്കണം. ഇവർക്ക് എന്തായാലും ചെറിയൊരു കിലോമീറ്റർ ചിലപ്പോൾ ഓടാനുണ്ടാവില്ല. ഇനി അധികം കൂടുതൽ ഓടാനുണ്ടെന്നുണ്ടെങ്കിൽ 10 വർഷത്തിൽ കൂടുതൽ വണ്ടി കയ്യിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവർക്ക് അത് കമ്പനി സർവീസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ എമൗണ്ടൊക്കെ കുറച്ച് കിട്ടുന്നതും അങ്ങനെയുള്ള ഇതുകളൊക്കെ കിട്ടുന്നത് രജിസ്ട്രേഷൻ വണ്ടികൾ. അപ്പോൾ എന്തായാലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. ഈ വണ്ടിയിലും അവർ ഒന്നും തന്നെ മാറിയിട്ടില്ല. സസ്പെൻഷൻ ആണെങ്കിലും എല്ലാം ബുഷ്കിറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ 2 പീസായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ വണ്ടി എപ്പോഴും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഒരു 1 ലക്ഷം രൂപയുടെ ചിലവ് കണ്ടുകൊണ്ട് മാത്രം ജനറൽ സർവീസോട് കൂടിയിട്ടുള്ള വർക്കുകൾ കേട്ടോ. ഇനിയിപ്പോൾ മേജർ ഇഷ്യൂസ്, എഞ്ചിൻ പണി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് വരും. അപ്പോൾ 1 ലക്ഷം രൂപ എന്തായാലും നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ വണ്ടി വണ്ടി ഒരു 3.5, 4 അല്ലെങ്കിൽ 5 ലക്ഷം റുപ്യക്കോ ഒക്കെ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് കരുതുക അത് 1 ലക്ഷൻ രൂപയുടെ പണി കണ്ടിട്ട് വേണം എടുക്കാനായിട്ട്. എപ്പോഴും എല്ലാ വണ്ടികളും ചെയ്ത് എടുത്ത എല്ലാ കസ്റ്റമറുടെ വണ്ടികളും നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിനും നല്ല പണിയാണ്. സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ബ്രേക്ക് പാഡ്, ഷൂ, അങ്ങനെ എൻജിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, ടൈമിംഗ് ബെൽറ്റ്, അതിൽ പുറമേ വരുന്ന ബെൽറ്റ് എല്ലാം ഒരു കണ്ടീഷനിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടേസ്റ്റിന് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കൽ വർക്ക് 1 ലക്ഷം രൂപ കണ്ടിട്ട് നിങ്ങൾ യൂസർ വെഹിക്കിൾ എടുത്താൽ മതി. HR വണ്ടികൾ എടുത്താൽ മതി. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് ചിലപ്പോൾ HR വണ്ടീനെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു 3 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് വിശ്വസിച്ചെടുക്കാം. ചിലപ്പോൾ ഷോറൂം കണ്ടീഷനായിരിക്കും. 2006, 2007, 2008 ഇന്നോവയൊക്കെ ഇപ്പോഴും ഷോറൂമിൽ മാത്രം സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എടുക്കുക കുഴപ്പമില്ല. എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കരുതിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-2 ലക്ഷം രൂപ ലാഭമായിരിക്കും ഇപ്പോൾ രജിസ്ട്രേഷൻ വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം 1 ലക്ഷം രൂപ ഇറക്കും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഇതൊന്ന് റീസെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റും കുറവാണ്. കേരള വണ്ടിക്കാണ് മാർക്കറ്റ്.
റീ രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റും കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസും കിട്ടില്ല, അപ്പോഴും നമുക്ക് ലോസ് വരും. കൊണ്ട് നടക്കാനാണ് നമ്മൾ ഫുൾ ടൈം നമ്മൾ തന്നെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നമ്മളിപ്പോൾ എടുത്തിട്ട് കുറച്ച് കാലം ഉപയോഗിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റീ രജിസ്ട്രേഷൻ വണ്ടിക്ക് മാർക്കറ്റ് നമ്മൾ എത്ര തന്നെ അതിനകത്ത് വണ്ടിക്കകത്ത് പൈസ ചിലവാക്കിയാലും നമുക്ക് എമൗണ്ട് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്, പൈസ ലോസാവും. അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലൊരു മെക്കാനിക്കൽ വർക്ക് എങ്ങനെയും നമുക്ക് ഒരു 1 ലക്ഷം രൂപ, 80,000 ആ റേഞ്ച്, എന്തായാലും 80 to 1 ലക്ഷം രൂപയുടെ അടുത്ത് എന്തായാലും ചിലവാകും. സസ്പെൻഷൻ പാർട്സ്, അതുപോലെ ബുഷുകൾ, മൗണ്ടുകൾ എല്ലാം മാറ്റി വരുമ്പോൾ, ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറ്റി വരുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് എന്തായാലും വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എടുക്കേണ്ടത്. മെയിനായിട്ട് കണ്ടുവരുന്നത് കൂടുതലും റീ വണ്ടികൾക്കൊക്കെ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നമാണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാറാതെ എങ്ങനെ കട്ടി പിടിച്ചിട്ട് ഇതിൽ ഒരു പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ സംഭവം നമ്മൾ എയർ ഫിൽറ്ററിൽ വലിച്ചെടുക്കും, വാൾക്കോറിലെ ഒരു ഹോള് വഴി. അതിനൊക്കെ ടെക്നിക്കലായിട്ടുള്ള ഓരോ വേർഡുകളുണ്ട്, ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് അങ്ങനെ മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ എയർ ഇൻടേക്കിലേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് അതിലുള്ള പ്രഷർ കാര്യങ്ങളെല്ലാം റിലീസാകും. ഈ ഓയിൽ കട്ടി കൂടുന്തോറും ചിലപ്പോൾ വലിച്ചെടുക്കുന്ന ഭാഗത്തും ഈ ഓയിലിൻ്റെ അംശം നിന്നിട്ട് ആ ഹോളിന് ചെറിയൊരു അടവുണ്ടായാൽ മതി. അപ്പോൾ ഉള്ളിലുള്ള പ്രഷർ വന്നിട്ട് റിലീസാവില്ല. എയർ ഫിൽറ്ററിലേക്ക് സക്ക് ചെയ്തെടുത്ത് ആ പ്രഷറിന് റിലീസാക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും, ഈ അടിയിൽ വരുന്ന പ്രഷർ മൊത്തം റിലീസാകാൻ വേണ്ടിയിട്ട് പല വഴികളും നോക്കും. ആ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഓയിൽ സീല്, അതുപോലെ തന്നെ വാൾക്കർ പാക്കിങ്, അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ലീക്ക് വരാൻ ചാൻസ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ്റെ ഉള്ളിലൊരു പ്രഷർ കൂടുന്നതുകൊണ്ട്, പിന്നെ ഹാർഡ്നെസ്സും കൊണ്ട് വരാം. പക്ഷേ ചില വണ്ടികളൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ലീക്ക് വരാറുണ്ട്. ചില വണ്ടികൾ 10 ലക്ഷം ഓടിയാലും ലീക്ക് വരാറില്ല. കാരണം വെച്ചാൽ സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് ആയിരിക്കും. സർവീസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, നമുക്ക് ഇപ്പോൾ സിലിണ്ടറിൻ്റെ മുകളിലേക്ക് വരുന്ന പ്രഷറിൻ്റെ പകുതി പ്രഷർ നമ്മൾ പിസ്റ്റൻ്റെ മുകളിൽ വരുന്ന പ്രഷർ, പകുതി പ്രഷർ നമുക്ക് പിസ്റ്റൺ താഴെ ഇറങ്ങുമ്പോഴുണ്ടാവും. ആ പ്രഷർ റിലീസ് ചെയ്യുന്നതാണ് വാൾക്കറിൽ കൂടെ വലിച്ചെടുക്കും, എയർ ഫിൽറ്ററിലേക്ക് തന്നെ വലിച്ചെടുത്തിട്ട് പുറത്തു തള്ളും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ താഴത്തേക്ക് വരുന്ന പ്രഷർ അവിടെ അടിഞ്ഞു കൂടുമ്പോൾ അത് പോകാനുള്ള വഴികൾ നോക്കുമ്പോൾ അതിനുള്ള വഴികളാണ് ഈ ഓയിൽ സീല് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഡാമേജ് ആക്കിയിട്ട് അതിൽ കൂടെ പുറത്തു പോകുമ്പോൾ ലീക്കുകൾ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം സർവീസും ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് ആക്കണം. 10,000 കിലോമീറ്റർ സർവീസ് പറഞ്ഞാൽ 10,000 തന്നെ മാറുക. അതിൽ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500, 2,000 ഒന്നും ഓടിയിട്ട് മാറ്റിയാലും പിന്നെയും കുഴപ്പമില്ല. അതല്ലാതെ ഈ 10,000 കിലോമീറ്റർ സർവീസ് ഓയിൽ ഒഴിച്ചിട്ട് 20,000 കിലോമീറ്റർ വരെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിക്ക് എഞ്ചിന് നല്ലോണം ബാധിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും. പിന്നെ തേയ്മാനങ്ങളും കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സർവീസ് മെയിൻ്റനൻസ് എപ്പോഴും എല്ലാ വണ്ടിയിലും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ MH വണ്ടി റീ വണ്ടികൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ. സർവീസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് കംപ്ലയിൻറ്റുകൾ കൂടുതൽ വരാനായിട്ട് സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര ഒരു വൈബ്രേഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. പ്രൊപ്പലർ ഷാഫ്റ്റിൽ അവർ നേരത്തെ കപ്പ് അടിച്ചിട്ട് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ കപ്പ് ലോക്ക് കറക്റ്റ് വീഴാതെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വർക്കിംഗ് കറക്റ്റ് അല്ല എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ ഒക്കെ വർക്കിംഗ് കറക്റ്റായാൽ മാത്രമേ വണ്ടി കറക്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ എന്തെങ്കിലും ബാലൻസിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലോണം വൈബ്രേറ്റ് ചെയ്യും. ഈ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇങ്ങനെ അടിച്ചടിച്ച് ഓടുന്നത് കൊണ്ട് അത് നല്ലോണം വൈബ്രേറ്റ് ചെയ്യും നമുക്ക് വണ്ടി എടുക്കുമ്പോൾ. ആ ഒരു കംപ്ലയിൻറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതും നമ്മൾ പ്രൊപ്പലർ ഷാഫ്റ്റ് സെക്കൻഡ്സ് എടുത്തിട്ട് നമ്മൾ മാറ്റിയതാണ്. ഇതിനകത്ത് സെക്കൻഡ്സ് യൂസർ കിട്ടാനുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഒരു പീസ് മാത്രം നമ്മൾ മാറ്റി അതിനെ സെറ്റാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ അങ്ങനെ കംപ്ലയിൻ്റായി ഓടിയിട്ടേ അത് ആ നമ്മൾ കപ്പും സ്റ്റാർ ഇടുന്ന ആ കപ്പ് ഇടുന്ന ഭാഗം മൊത്തം ഓവലായിട്ട് നല്ല ഷെയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി സോൾവ് ചെയ്തിട്ടുണ്ട്. ആ വക കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ കസ്റ്റമർക്ക് മെയിനായിട്ട് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ആയിരുന്നു. സ്റ്റാർട്ടർ മോട്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടായില്ല, ഗുറെന്ന് പറഞ്ഞ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെൻഡെക്സ് കംപ്ലയിൻ്റ് ആയിരുന്നു, അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമറിലെ ടോക്കിലുള്ള എല്ലാ കംപ്ലയിൻറ്റുകളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ചെക്ക് ചെയ്ത കംപ്ലയിൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് റീസോൾവ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെറിയ അല്ലറ ചെറിയ സൗണ്ടുകൾ മാത്രം ഉണ്ട്, അത് മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി
ഡെലിവറി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ സീറ്റ് ബെൽറ്റിൻ്റെയും അങ്ങനെ സീറ്റ് ബോൾട്ടിൻ്റെയും അങ്ങനത്തെ ഉള്ള സൗണ്ടുകളാണ് ഇതിനുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പക്കയായി. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വണ്ടി പക്ക, വണ്ടി ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ശരി, എല്ലാം കൊണ്ടും ഓക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.